ഓക്കെ, ഹായ് ആൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സ്റ്റാൻഡേർഡ് 9 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലോറോപ്ലാസ്റ്റ്, അതിന്റെ സ്ട്രക്ചർ, അതേപോലെ അതിലുള്ള പിഗ്മെന്റുകള്, അത് എന്തെല്ലാം കളർ നൽകുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ഫോട്ടോസിന്തസിസ് എന്താണ്, അതിന്റെ കെമിസ്ട്രി ബിഹൈൻഡ് ദ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. ലൈറ്റ് ഫേസ് ഉണ്ട്, ഡാർക്ക് ഫേസ് ഉണ്ട് എന്നൊക്കെ പഠിച്ചു. അതെല്ലാം എവിടെയൊക്കെയാണ് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ ലൈറ്റ് ഫേസ് നടക്കുന്നുവെങ്കിൽ സ്ട്രോമയിൽ ഡാർക്ക് ഫേസ് ആണ് നടക്കുന്നത്. അങ്ങനെ എവിടെയൊക്കെയാണ് നടക്കുക, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഏതെല്ലാം ഭാഗങ്ങളിലാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ നമ്മൾ പിന്നീട് പറഞ്ഞത് എന്തായിരുന്നു? കാൽവിൻ സൈക്കിൾ അല്ലെ. മെൽവിൻ കാൽവിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാൽവിൻ സൈക്കിൾ എന്ന് ഡാർക്ക് ഫേസിനെ വിളിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നതിന് എന്താണ്, അതിന്റെ ഇക്വേഷൻ CO2+H2O, ലൈറ്റിന്റെ പ്രസൻസിൽ അതേപോലെ ക്ലോറോഫിലിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസും ഓക്സിജനും നൽകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും പലതരം ഫുഡ് ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പൊട്ടാറ്റോ അല്ലെ, ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട്, തേങ്ങയുണ്ട്, അതേപോലെ തന്നെ കടലയുണ്ട്, ചെറുപയർ, ഗോതമ്പ്, അതേപോലെ റൈസ് ഉണ്ട് അല്ലെ, അരിയുണ്ട്, പിന്നെ മുന്തിരിങ്ങ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഫാറ്റ് എന്നുള്ള എഴുതിയിരിക്കുന്ന അതിൽ കാണിച്ചിരിക്കുന്നത് സൺഫ്ലവർ സീഡ്സ് ആണ്. ഓക്കെ, അതുണ്ട്. അങ്ങനെ പിന്നെ കരിമ്പ്, സൂക്രോസ് എന്ന് എഴുതിയിട്ട് കരിമ്പ് കാണിച്ചിട്ടുണ്ട്. പിന്നെ കപ്പ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ 5th സ്റ്റാൻഡേർഡിലും ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സ്റ്റാർച്ച് ആണെങ്കിലും പ്രോട്ടീനെ പറ്റിയും ഫാറ്റിനെ പറ്റിയും എല്ലാം നിങ്ങൾ 5th തൊട്ട് പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഉരുളക്കിഴങ്ങ് പോലുള്ളതിൽ സ്റ്റാർച്ച്, അതേപോലെ അരിയിൽ സ്റ്റാർച്ച് ഉണ്ട്, ഗോതമ്പിൽ സ്റ്റാർച്ച് ഉണ്ട് എന്നൊക്കെ അറിയാം. അതേപോലെ ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് ഏതിലേക്കാണ്? സീഡ്സിലും മറ്റും അല്ലെ, കടലയിലും, അതേപോലെ ഈ സീഡുകളായിട്ടുള്ള സൺഫ്ലവർ സീഡില്, സോയാബീനിൽ, ഇതിലെല്ലാം ഫാറ്റ് ഉണ്ട്. പ്രോട്ടീൻ നിങ്ങൾക്ക് അറിയാം, പൾസസിൽ എല്ലാത്തിലും എന്തുണ്ട്? പ്രോട്ടീൻ. അതുപോലെ മീറ്റിലും എല്ലാം പ്രോട്ടീൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതായത് പ്ലാന്റ് സോഴ്സ് മാത്രം മതി. അനിമൽ സോഴ്സിനെ പറ്റി നമ്മളിപ്പോ ഇവിടെ പറയുന്നില്ല. ഞാൻ അറിയാതെ മീറ്റ് എന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, പക്ഷെ മീറ്റിലുണ്ട് പ്രോട്ടീൻ എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ നമ്മൾ പ്ലാന്റ് സോഴ്സിനെ പറ്റി മാത്രം നോക്കിയാൽ മതി. കാരണം നമ്മൾ പഠിക്കുന്നത് ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതൊരിക്കലും അനിമൽസിലല്ല ഫോട്ടോസിന്തസിസ് നടക്കുക, പ്ലാന്റ്സിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പിക്ചർ കണ്ടപ്പോ നിങ്ങൾ ഇതില് പലതിലും സ്റ്റാർച്ച് ആണ്, പലതിലും പ്രോട്ടീൻ ആണ് അല്ലെ, ഫാറ്റ് ആണ്, പലതിലും എന്താണ്, അതിൽ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വ്യത്യാസമായിട്ടാണ് ഉള്ളത് അല്ലെ. എല്ലാത്തിലും എല്ലാം ഇല്ല, ചിലതിൽ എന്താണ് ഒന്ന് കൂടി നിൽക്കുന്നു, അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കാം ഇതിന്റെ കാരണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നമ്മൾ നോക്കി. ഫോട്ടോസിന്തസിസ് നിങ്ങൾ ചെറുപ്പം തൊട്ട് ചെറിയ ക്ലാസ് മുതലേ കേട്ട് വരുന്ന ഒരു ടേം ആണ്. അപ്പൊ ഫോട്ടോസിന്തസിസിൽ നിന്നും ഉണ്ടാവുന്ന ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജനും അതേപോലെ ഗ്ലൂക്കോസുമാണ്. ആണല്ലോ. ഇതിലെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നതിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് അവിടെ ചോദ്യമായി ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ ഗ്ലൂക്കോസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്? അപ്പൊ ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഗ്ലൂക്കോസിന് എന്ത് സംഭവിക്കുന്നു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നവയാണ്, അല്ലെങ്കിൽ സോളിബിൾ ആണ്. പെട്ടെന്ന് തന്നെ അത് ലയിച്ചു ചേരുന്നു വെള്ളവുമായിട്ട്. അതുകൊണ്ട് തന്നെ അത് പ്ലാൻ ബോഡിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഈ ഗ്ലൂക്കോസിനെ ഇൻസോളിബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇതാണ് ഗ്ലൂക്കോസ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഒരു ഗ്ലൂക്കോസിന്റെ ഒരു മോളിക്യൂൾ, ഇതാണ് ഗ്ലൂക്കോസ്. ഓക്കെ,
ഇങ്ങനെ കുറെ ഗ്ലൂക്കോസുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സ്റ്റാർച്ച് ഉണ്ടാവുന്നത്. ഇങ്ങനെ കുറെ മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസുകൾ ചേർന്നിട്ടാണ് സ്റ്റാർച്ച് ഉണ്ടാവുന്നത്. അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിക്കുന്നവയായതുകൊണ്ട് അതിനെ ലീവ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാന്റ് പാർട്ടിലോ ഒന്നും സ്റ്റോർ ചെയ്യാൻ വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗ്ലൂക്കോസ് എന്നതിനെ നമ്മൾ മാറ്റി അത് എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസുകൾ ചേർന്നുകൊണ്ട് ഇൻസോളിബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ലീവ്സിൽ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പൊ പ്ലാന്റ്സ് ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എനർജിന്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുറെ അധികം ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പ്ലാന്റിന് വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ ഗ്ലൂക്കോസ് തന്നെ പ്ലാന്റ്സ് സെൽവാൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഗ്ലൂക്കോസുകളാണ് സ്റ്റാർച്ച് ആയി മാറുന്നത്. പിന്നീട് സ്റ്റാർച്ച് എന്തായിട്ട് മാറുന്നു? സൂക്രോസ് ആയിട്ട് മാറുന്നു. സൂക്രോസും എന്താണ്? വെള്ളത്തിൽ ഇൻസോളിബിൾ ആണ്. ഈ സൂക്രോസ് ആണ് ഫ്ലോയത്തിലൂടെ പല പ്ലാന്റ് പാർട്ടിലേക്കും പോയിട്ട് പല ഡിഫറെന്റ് ഫോമിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കണ്ടല്ലോ, സ്റ്റാർച്ച് ആയിട്ട് ചിലതിൽ സ്റ്റോർ ചെയ്യുന്നു, ചിലതില് ഫ്രക്ടോസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു, ചിലതിൽ സൂക്രോസ് തന്നെയായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ പല വിധത്തിൽ ഈ സൂക്രോസിനും പല മെറ്റബോളിക് ആക്ടിവിറ്റീസിലൂടെ സൂക്രോസ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് പല പ്ലാന്റ് പാർട്ടിലും സ്റ്റോർ ചെയ്യുന്നത്? ചിലത് സ്റ്റാർച്ച് ആയിട്ടാണെങ്കിൽ ചിലത് ഫാറ്റ് ആയിട്ടാണ്, ചിലത് എന്തായിട്ടായിരിക്കും? ഫ്രക്ടോസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രോട്ടീൻ ആയിട്ടായിരിക്കും. അങ്ങനെ പല ഫോമിൽ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഗ്ലൂക്കോസ് ആണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഫോട്ടോസിന്തസിസിലൂടെ കിട്ടുന്നതെങ്കിലും അത് പിന്നീട് ഡിഫറെന്റ് ഫോംസിലാണ് അത് പ്ലാന്റ് പാർട്ടിൽ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അത് ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണാം നമുക്ക്. ഓക്കെ, ഇതില് കൊടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിലൂടെ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഫോട്ടോസിന്തസിസ് ഞാൻ പി എന്ന് എഴുതുന്നുണ്ട്. ഈ ഫോട്ടോസിന്തസിസിലൂടെ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഞാൻ ജി എന്നാണ് എഴുതുന്നത്. ഗ്ലൂക്കോസ് ആണ് നമുക്ക് അതിന് കിട്ടുന്നത്. അപ്പൊ ഗ്ലൂക്കോസ് ഇൻസോളിബിൾ അല്ലാത്തത് കൊണ്ട്, അതായത് ഗ്ലൂക്കോസ് വെള്ളത്തിൽ സോളിബിൾ ആവുന്നത് കൊണ്ട് അതിനെ നമ്മൾ സ്റ്റാർച്ച് ആക്കി മാറ്റി. അത് ഞാൻ എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർച്ച് ആക്കി മാറ്റി. ഈ സ്റ്റാർച്ച് പിന്നീട് എന്തായിട്ട് മാറുന്നു? ഈ സ്റ്റാർച്ച് പിന്നീട് സൂക്രോസ് ആയിട്ട് മാറുന്നു. സൂക്രോസ് ആയിട്ട് സ്റ്റാർച്ച് മാറുന്നു. ആ സൂക്രോസ് ആണ് പല വിധത്തിലും പല ഡിഫറെന്റ് ഫോമുകളിലായിട്ട് പല പ്ലാന്റ് പാർട്ടുകളിലുമായിട്ട് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഇപ്പോ സൂക്രോസ് പല വിധത്തിലും മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് അത് ഉരുളക്കിഴങ്ങിലാണെങ്കിൽ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. പരിപ്പ് അങ്ങനെയുള്ള പൾസസിലൊക്കെ എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? പ്രോട്ടീൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഓയിൽ സീഡുകളിൽ, അതായത് ഞാനിപ്പോ കാണിച്ച ചിത്രത്തിൽ കാണിച്ചതുപോലെ സൺഫ്ലവർ സീഡുകളിലും അങ്ങനെയുള്ള സെസമേ സീഡുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സെസമേ സീഡ്സ് എന്ന് പറഞ്ഞ എള്ള്, അങ്ങനെയുള്ളതിലും എല്ലാം ഓയിൽ സീഡുകളിലെല്ലാം എന്ത് സംഭവിക്കുന്നു? അതിലെല്ലാം ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഫ്രൂട്ട്സിലൊക്കെ നമുക്ക് സുലഭമായി കാണപ്പെടുന്ന എല്ലാ ഫ്രൂട്ട്സുകളിലും ഫ്രക്ടോസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഷുഗർ കെയിൻ എന്ന് പറയുന്ന കരിമ്പില് ഈ മെറ്റബോളിക് ആക്ടിവിറ്റികൾ ഒന്നും ഇല്ലാതെ തന്നെ സൂക്രോസ് അതേപടി തന്നെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് ഗ്ലൂക്കോസിന് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പിന്നീട് എന്തെല്ലാം പ്രോസസ്സിലൂടെ മാറി അത് സൂക്രോസ് ആയി, അതിൽ നിന്ന് മെറ്റബോളിക് ആക്ടിവിറ്റിയിലൂടെ പല ഡിഫറെന്റ് ഫോമിലാണ് ഓരോരോ പാർട്ടിലും എന്ത് ചെയ്യുന്നത്? അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്ലൈഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതത്രേ ഉള്ളൂ, ചെറിയൊരു പോർഷൻ ആണ്. അത് വലുതായിട്ട് ഇങ്ങനെ പറയാനായിട്ട് നമുക്ക് ഒന്നുമില്ല. അതേപോലെ കീമോസിന്തസിസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരവും ഫോട്ടോസിന്തസിസ് എന്നുള്ളതിനെ പറ്റിയാണല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലൈറ്റ് ആണ് അല്ലെ. ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തോ സിന്തസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തോ നിർമ്മിക്കുന്നു എന്നുള്ളതാണല്ലോ ഫോട്ടോ സിന്തസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കീമോ സിന്തസിസ് എന്ന് പറയുമ്പോൾ നോക്കൂ, കീമോ ഇസ് എ ടേം റിലേറ്റഡ് ടു കെമിസ്ട്രി അല്ലെ, അല്ലെങ്കിൽ കെമിക്കലുമായി എന്തോ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതിലുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ കീമോ സിന്തസിസ് എന്ന് പറയുന്നത് എല്ലാ പ്രൊഡ്യൂസേഴ്സും എന്താണ്, സൺലൈറ്റിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. എല്ലാ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഓഷ്യൻസിലുമെല്ലാം കാണപ്പെടുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ കാണപ്പെടുന്ന ചില സൾഫർ ബാക്ടീരിയകൾ ഉണ്ട്, അല്ലെങ്കിൽ ലാൻഡിലും അത് കാണപ്പെടും. അപ്പൊ ലാൻഡിലും വാട്ടറിലും കാണപ്പെടുന്ന സൾഫർ ബാക്ടീരിയ എന്ന് പറയുന്നത് സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് കെമിക്കൽ കോമ്പൗണ്ടുകളെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കെമിക്കൽ കോമ്പൗണ്ടുകളെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരത്തെ ലൈറ്റ് എനർജി ആയിരുന്നു അല്ലെ, നമ്മൾ മുൻപ് ലൈറ്റ് എനർജി എന്ന് പറയുന്ന സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടാണ് ATPയിൽ സ്റ്റോർ ചെയ്യുന്നു ലൈറ്റ് എനർജി, അത് കെമിക്കൽ എനർജി ആയിട്ട് മാറ്റി സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പൊ അവിടെ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ഉപയോഗിച്ചുവെങ്കിൽ ഇവിടെ കെമിക്കൽ കമ്പോണന്റുകളെ ബ്രേക്ക് ചെയ്തിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കെമിക്കൽ കമ്പൗണ്ടുകളെ ബ്രേക്ക് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് കീമോസിന്തസിസിൽ ചെയ്യുന്നത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ കീമോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കെമിക്കൽ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ എന്ന് പറയുന്നത് സൾഫർ ബാക്ടീരിയ ആണ്. അപ്പൊ അത് അത്രയേ ഉള്ളൂ നോക്കാനായിട്ട്, ചെറിയൊരു സെന്റൻസ് അത്രയേ ഉള്ളൂ. ഇനി പ്രോഡക്റ്റ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ്, അതായത് നാണ്യവിളകൾ ആണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ആ ചിത്രത്തിൽ. നമ്മൾ സാധാരണ വിളകൾ എല്ലാം കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊരു വരുമാന മാർഗം എന്നുള്ള തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ. പല കൃഷികളും നമ്മൾ അടുക്കളത്തോട്ടത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളും മറ്റും എല്ലാം അതൊരു വലിയൊരു എന്താണ് ഒരു സമ്പത്ത് എന്നുള്ള ഇതിലേക്ക് നമ്മളത് കൂട്ടി വെക്കാനായിട്ട് ഒന്നും സാധിക്കുന്നില്ല. അതിനൊരു വഴി തുറക്കുന്ന ഒരു സാധ്യത നമുക്ക് അത് അധികം കാണാനായിട്ട് സാധിക്കില്ല. എങ്കിൽ ഈ നാണ്യവിളകൾ എന്ന് പറയുന്നത് അത് നമുക്ക് എന്താണ്, ഈ നാണ്യവിളകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് പ്രോഡക്റ്റ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കോഫി എന്ന് പറയുന്നത് അല്ലെ, കാപ്പിക്കുരു അല്ലെ, കാപ്പിക്കുരുവാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കാപ്പിക്കുരു കൃഷി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ കൂർഗിലൊക്കെയാണ്. കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കാപ്പിക്കുരു എന്നൊക്കെ പറയുന്ന കാപ്പി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള കർണാടകയിലാണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്നും എന്താണ്, അവിടെ ചെടിയിൽ നിന്നും കാപ്പിക്കുരുക്കള് പറിച്ച് അതിനെ ഉണക്കിയിട്ടാണ് പിന്നീട് അതാണ് പൊടിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കോഫി ഉണ്ടാക്കുന്നത്. അപ്പൊ കോഫി എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസിനുള്ള ഒരു വകുപ്പുണ്ട്. കാരണം അതൊരു ഫാക്ടറി തലത്തിലേക്ക്, ഫാക്ടറീസിലൊക്കെ അത് ഉപയോഗിച്ച് ഫാക്ടറീസിലാണ് ഇത് പൊടിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊരു വലിയൊരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിലേക്ക് അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു വരുമാന മാർഗമാണ് അല്ലെ കോഫി എന്ന് പറയുന്നത്. ഇനി നമ്മൾ റബ്ബർ എടുക്കുകയാണെങ്കിലും റബ്ബർ എന്ന് പറയുന്നതും എന്താണ്, പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് റബ്ബർ എന്ന് പറയുന്നത്. ടയേഴ്സിനും മറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് റബ്ബർ. അപ്പൊ റബ്ബർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിലേക്കും റബ്ബർ എന്ന് പറയുന്നത് കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ പെപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുരുമുളക് കിങ് ഓഫ് സ്പൈസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കിങ് ഓഫ് സ്പൈസ് എന്നാണ് പെപ്പറിനെ അറിയപ്പെടുന്നത്. ഈ സ്പൈസസിൽ തന്നെ രാജാവ് എന്നാണ് പെപ്പറിനെ പറയപ്പെടുന്നത്. നമുക്കറിയാം ഈ പെപ്പർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ അധികം പോർച്ചുഗീസുകാർ ഇവിടെ വന്നതും അതിനെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട് അല്ലെ. അപ്പൊ പെപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന വളരെ അനുയോജ്യമാണ് പെപ്പർ എന്ന് പറയുന്നതിന്റെ കൃഷിക്കായിട്ട്. ഓക്കെ, തിരുവാതിര ഞാറ്റുവേല സമയത്തുള്ള മഴയൊക്കെയാണ് ഏറ്റവും അനുയോജ്യമായിട്ട് ഈ പെപ്പറിനുള്ളത്. പെപ്പർ ഇത് കൃഷി ചെയ്യാനായിട്ട് വളരെ കൂളായിട്ടുള്ള ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് വളരെ അത്യാവശ്യം. നല്ല തണുത്തൊരു അന്തരീക്ഷത്തിലാണ് ഏറ്റവും കൂടുതൽ പെപ്പർ
കൃഷി ചെയ്യാൻ അനുയോജ്യമായ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെപ്പർ എന്ന് പറയുന്നതും ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് കൊക്കോ പ്ലാന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. കൊക്കോ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താ? ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നാണ്. കൊക്കോ പ്ലാന്റിന്റെ ഉള്ളിലുള്ള ആ ഒരു സീഡ് എടുത്ത് അത് ഉണക്കി പൊടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതും ഒരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. So most plant parts have economic importance in one way or the other. A variety of value added products are made from them. The processing and marketing of these resources open door to a wide range of job opportunities. അതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ നിർമ്മാണത്തിന്റെയും അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിനും എല്ലാം ഒരുപാട് ജോലി അവസരങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ കോഫി എന്ന് പറയുമ്പോൾ അതൊരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ള ഇതിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതൊരു ഫാക്ടറിയിലൊക്കെയാണ് അല്ലെ പൊടിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് പേർക്ക് ജോലി അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇത് വലിയ കാര്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല. ജസ്റ്റ് ഇതിൽ മനസ്സിലാക്കി വയ്ക്കുക, കോഫി, റബ്ബർ, പെപ്പർ, കൊക്കോ പ്ലാന്റ് എല്ലാം ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത്. ഇനി അടുത്തത് ഓഷ്യൻസിലെ ഫോട്ടോസിന്തസിസ് ആണ്. ഓക്കെ, ഓഷ്യൻസിലും ഫോട്ടോസിന്തസിസ് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഓഷ്യൻസിലും എന്താണ്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു 70-80% ഓക്സിജൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഓഷ്യൻസിലുള്ള ആൽഗേസും ഫൈറ്റോപ്ലാങ്ക്ടൻസും ആണ്. ആൽഗയിലും ഫൈറ്റോപ്ലാങ്ക്ടൻസിലും എല്ലാം എന്താണ്? ഫോട്ടോസിന്തസിസ് നടന്ന് അതിൽ നിന്ന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ ആണ് ഈ അറ്റ്മോസ്ഫിയറിൽ ഒരു 70-80%. അപ്പൊ വളരെ ഒരു 20% മാത്രമേ എന്തുള്ളൂ? നമ്മുടെ പ്ലാന്റ്സിൽ നിന്നും ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാം എന്താണ്? ഈ ഓഷ്യൻസിൽ നിന്നുമാണ്. അപ്പൊ ഓഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? അത്രയും വലിയ വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് അല്ലെ. ഒരു എക്കോസിസ്റ്റം, നമ്മൾ ഓഷ്യൻ എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വൈവിധ്യമാർന്ന പലതരം സ്പീഷീസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മീനുകൾ തന്നെ പലതരമാണുള്ളത് അല്ലെ. അതേപോലെ പവിഴപ്പുറ്റുകൾ തന്നെ എന്താണ്? ഒരുപാട് പവിഴപ്പുറ്റുകൾ, വിവിധ തരം പവിഴപ്പുറ്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ എന്താണ്? ഓഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. ലാൻഡിനേക്കാൾ കൂടുതൽ ഓഷ്യൻ ആണുള്ളത് നമുക്കറിയാം. ചെറിയ ജീവികൾ മുതൽ വലിയ വെയിൽസ് വരെ അല്ലെ, തിമിംഗലം വരെ അവിടെ ജീവിക്കുന്നു. ഓഷ്യൻ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു നമ്മുടെ എന്താ പറയാ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ ഓഷ്യൻ എന്ന് പറയുന്നത്. കാരണം ഒരു 70-80% ഓക്സിജൻ എന്ന് പറയുന്നതും ഓഷ്യനിലുള്ള ആൽഗെ അല്ലെങ്കിൽ ഫൈറ്റോപ്ലാങ്ക്ടൻ മുഖേനയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് എന്നുകൊണ്ട് തന്നെ ഓഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ അതിനെ കൺസേർവ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഓഷ്യൻസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വാട്ടർ ബോഡീസിനെ നമ്മൾ ഒരിക്കലും പൊല്യൂട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ആൽഗെ ആൻഡ് ഫൈറ്റോപ്ലാങ്ക്ടൻസ്. നമ്മളിപ്പോ ഓഷ്യനിൽ പറഞ്ഞു ചെറിയ ചെറിയ ഓർഗാനിസം മുതൽ വലിയ ഒരു തിമിംഗലം വരെ ഉണ്ട് ആ ഓഷ്യനിൽ എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ നമ്മളിപ്പോ ആൽഗെ അതേപോലെ ഫൈറ്റോപ്ലാങ്ക്ടൻസ് എടുക്കുകയാണെങ്കിൽ, ആൽഗെ അല്ലെങ്കിൽ ഫൈറ്റോപ്ലാങ്ക്ടൻസ് എടുക്കുകയാണെങ്കിൽ ഈ ഫൈറ്റോപ്ലാങ്ക്ടൻസിലും ആൽഗേസിലും ഒക്കെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടാണ് ഇതിലാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ആൽഗകൾ തന്നെ ഒരുപാട് വ്യത്യസ്ത തരം ആൽഗകൾ ഉണ്ട്. ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ, ഗ്രീൻ ആൽഗെ. അപ്പൊ ഈ ഗ്രീനും റെഡും ബ്രൗൺ ആൽഗയും എന്തുകൊണ്ടാണ്? അതിലുള്ള പിഗ്മെന്റുകൾ വ്യത്യസ്തമാണ്. അപ്പൊ പിഗ്മെന്റുകൾ നമ്മളിപ്പോ മുൻപ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ക്ലോറോപ്ലാസ്റ്റിൽ തന്നെ പല പിഗ്മെന്റുകൾ ഉണ്ട്, സാന്തോഫിലും മറ്റും ഉണ്ട്. അതിന്റെ കളർ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, അതിന് നൽകുന്ന നിറം വ്യത്യസ്തമാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ആൽഗെ എന്ന് പറയുന്നത് അതിലുള്ള പിഗ്മെന്റിന്റെ അളവനുസരിച്ചിട്ട് എന്താണ്? അത് വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ചില ഗ്രീൻ പിഗ്മെന്റ് എന്നുള്ളതല്ല, അതിൽ ക്ലോറോഫിൽ ആണുള്ളത്, അതുകൊണ്ടാണ് അത് ഗ്രീൻ ആയിട്ടുള്ളത്. ഓക്കെ, ഗ്രീൻ ആൽഗെ എന്ന് പറയുമ്പോൾ അതിൽ ക്ലോറോഫിൽ ആണ്. റെഡ് ആൽഗയിലും പിഗ്മെന്റുകൾ ഉണ്ട്, ബ്രൗണിലും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ വലിയ ക്ലാസ് എത്തുമ്പോൾ, നിങ്ങൾ +1 +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. റോഡോഫൈസേ, ക്ലോറോഫൈസേ എന്നൊക്കെ പറഞ്ഞിട്ട്
ഫയോഫൈസി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ആൽഗകളെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇതിൽ പിഗ്മെന്റുകളും മറ്റും എല്ലാം കാര്യമായി പഠിക്കും. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, 3 ടൈപ്പ് ഓഫ് ആൽഗി ഉണ്ട്, ഗ്രീന്, റെഡ്, ബ്രൗൺ. ആൽഗകളുടെ സൈസും വ്യത്യാസമായിരിക്കും. ചിലത് വളരെ ചെറുതായിരിക്കും, ചിലത് ഒരുപാട് നീളമുള്ള ആൽഗികളായിരിക്കും. അതിൽ സർഗാസം എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയിലെ തന്നെ ഏറ്റവും വലിയ ആൽഗയാണ്. ബ്രൗൺ ആൽഗയിലെ ഏറ്റവും വലിയ ആൽഗയാണ് സർഗാസം. അവിടെ ആ പിക്ചർ കൊടുത്തിരിക്കുന്നത് അതാണ്. ഇതാണ് സർഗാസം എന്ന് പറയുന്നത്. ഓക്കെ, ബ്രൗൺ ആൽഗയിലെ ഏറ്റവും വലിയ ആൽഗയാണ് സർഗാസം എന്ന് പറയുന്നത്. ഇത് റെഡ് ആൽഗി, ഇത് റെഡ് ആൽഗി, ഇത് ബ്രൗൺ ആൽഗി. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നേക്ഡ് ഐ കൊണ്ട് കാണാൻ, ചിലത് കുറച്ച് കാണാൻ സാധിക്കുമെങ്കിലും മെജോറിറ്റി നമുക്ക് കാണാൻ സാധിക്കാത്ത വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. വളരെ കുഞ്ഞു ഓർഗാനിസം ആണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ. അതിന്റെ എക്സാമ്പിൾ ആണ് ഡസ്മിഡുകള്, ഗോൾഡൻ ആൽഗെ, സയാനോ ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺസിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഓഷൻ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓഷൻ എന്ന് പറയുന്നതിനെ നമ്മൾ അത്രത്തോളം സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഓഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓഷൻ പൊല്യൂഷന്റെ ഒരു ഇതാണ് ഇതിൽ കാണുന്നത്. എത്ര മാത്രം വേസ്റ്റ് ആണ് ഓഷനിൽ ഉള്ളത് എന്ന് നിങ്ങൾ നോക്കൂ. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് എന്തൊക്കെയാണ്? അതിന്റെ കാരണങ്ങൾ കെമിക്കൽ വേസ്റ്റുകൾ, ഓയിൽ സ്പില്ലുകൾ, റിഫൈനറീസിൽ നിന്നും എല്ലാം ഉണ്ടാവുന്ന ഓയിൽ സ്പില്ല്, അതേപോലെ ന്യൂക്ലിയർ വേസ്റ്റുകളാവാം, ഇലക്ട്രിക് വേസ്റ്റുകളാവാം, ഇതെല്ലാമാണ് ഈ ഓഷനിലേക്ക് ഇടുന്നത്. കെമിക്കൽ വേസ്റ്റുകൾ, ഫെർട്ടിലൈസേഴ്സിൽ നിന്നും എല്ലാം ഉണ്ടാവുന്ന കെമിക്കൽ വേസ്റ്റുകൾ, അതെല്ലാം എന്താണ് ഈ ഓഷനിലേക്കാണ് വരുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന കെമിക്കൽ വേസ്റ്റുകൾ, ഓയിൽ സ്പില്ലുകൾ, ന്യൂക്ലിയർ വേസ്റ്റുകളാവും, ചിലപ്പോൾ ഇലക്ട്രിക് വേസ്റ്റുകളാവാം, ഇതെല്ലാമാണ് ഈ ഓഷൻ പൊല്യൂഷന് കാരണമായി വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് റീസൺസ് ആയിട്ട് പറയുന്നത്. ഇനി പറയാനുള്ളത് പ്ലാന്റ്സ് എർത്ത് വെൽത്ത്. എർത്തിന്റെ വെൽത്ത് ആണ് പ്ലാന്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ, അതായത് അതിനെ അർത്ഥവത്താക്കിക്കൊണ്ട് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. മാൻഗ്രൂവ്, വെട്രിവർ, ബാംബു ഫോറസ്റ്റ്, ലെമൺ ഗ്രാസ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു നാച്ചുറൽ മീൻസ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് എയർ എന്ന് നമുക്ക് പറയാം അല്ലെ. എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നു എന്ന് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഫോട്ടോസിന്തസിസിലോടെ ഓക്സിജൻ എപ്പോഴും അത് പുറത്തേക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു, അതുവഴി എയർ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു നാച്ചുറൽ മീൻസ് ആണ് എന്ത് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നവയാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാൻഗ്രൂവ് എന്ന് പറഞ്ഞ നിങ്ങൾ ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾ കണ്ടു അല്ലെ. അപ്പൊ മാൻഗ്രൂവ് എന്ന് പറയുന്നത്, മാൻഗ്രൂവ് സുനാമിനെ കൺട്രോൾ ചെയ്യും എന്നാണ് പറയുന്നത്. മാൻഗ്രൂവ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടൽ കാടുകളാണ്. കണ്ടൽ കാടുകളെയാണ് നമ്മൾ മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടൽ കാടുകളാണ്. അപ്പൊ അതിന്റെ താഴെ ഇപ്പൊ ഇത് വെള്ളം ആണ്, നമുക്ക് ഇത് ഈ മേലെ പോർഷൻ അല്ലേ കാണുന്നുള്ളൂ. അതിന്റെ താഴെ എന്ന് പറയുമ്പോൾ അതിന്റെ വേരൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടാണ് അത് പിടിച്ചു നിൽക്കുന്നത് മണ്ണില്. ഓക്കെ, സലൈൻ ആയിട്ടുള്ള ഉപ്പ് വെള്ളം ആ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും വളരുന്നത്. ഓക്കെ, അപ്പോ സുനാമി എന്ന് പറയുന്ന കൺട്രോൾ ചെയ്യാനായിട്ട് മാൻഗ്രൂവിന് സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ബാംബു ഫോറസ്റ്റ്, അതേപോലെ റീഡ് എന്ന് പറയുന്നുണ്ട്, കാട്ടുചൂരൽ എന്നൊക്കെയാണ് അതിന് പറയുന്നത്, റീഡിന്. അതേപോലെ പിന്നെന്താണ് വെട്രീവർ എന്ന് പറയുന്ന ഒന്ന്. വെട്രീവർ എന്ന് പറയുന്നത് രാമച്ചമാണ്. ഓക്കെ, രാമച്ചമാണ് വെട്രീവർ എന്ന് പറയുന്നത്. അതുപോലെ ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത് ഇഞ്ചിപ്പുല്ലിനെയാണ് ലെമൺ ഗ്രാസ് എന്ന് പറയും. ലെമൺ ഗ്രാസിന് നമ്മൾ ഇഞ്ചിപ്പുല്ല് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം
ഫ്ലഡിന്റെ സമയത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് തീരങ്ങളൊന്നും, അതായത് ഈ റിവർ ബാങ്ക്സ് ഒക്കെ ഇടിഞ്ഞു പോകുന്നതിൽ നിന്നും സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തീരങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഈ തീരങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്? ബാംബു ഫോറസ്റ്റും അതുപോലെ റീഡും റിവറും ലെമൺ ഗ്രാസും ഒക്കെയാണ്. അതേപോലെ മരങ്ങളും അതുപോലെ കുറ്റിച്ചെടികളും ഒക്കെ കുന്നുകളിലും മലകളിലും ഒക്കെ ഉണ്ടെങ്കിൽ കുന്നൊക്കെ ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ, അല്ലെ മണ്ണൊലിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ നിന്നും എല്ലാം സഹായിക്കുന്നുണ്ട് അത്. അപ്പോ ഈ ഒരുപാട് നാച്ചുറൽ കലാമിറ്റികളെ തടുക്കുന്നതിൽ എന്താണ് പ്ലാന്റ്സിന് വലിയൊരു പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവയെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെ, പ്രളയവും മറ്റും എല്ലാം നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിച്ചത്. അപ്പൊ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് പ്രകൃതി തിരിച്ച് പകരം ചോദിക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പൊ ഒരുപാട് നാച്ചുറൽ കലാമിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് തന്നെ അല്ലെങ്കിൽ നേച്ചർ തന്നെ തടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. അതുകൊണ്ട് നാച്ചുറൽ കൺസർവേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നാച്ചുറൽ കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു വാല്യൂ ആണ് എന്ത്? ഗ്രീൻ പ്ലാന്റ്സ് ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിന്റെ പ്രൊട്ടക്ടേഴ്സ് എന്ന് പറയുന്നത്, സംരക്ഷകൻ എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ് എന്നുള്ളതാണ്. അത് വരും തലമുറയ്ക്കായി നമ്മൾ ആ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ വാല്യൂ ആണ് ഈ ഒരു പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അത് അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the pigment given below participate directly in photosynthesis? അപ്പൊ ഫോട്ടോസിന്തസിസിൽ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പിഗ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും ഇതിൽ പഠിച്ചതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ഇത് ആൻസർ ചെയ്യാൻ പറ്റണം. ഏത് പിഗ്മെന്റ് ആണ് ഡയറക്ട്ലി ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കുന്നത്? ക്ലോറോഫിൽ എ ആണ്, അല്ലെ? ക്ലോറോഫിൽ എ ആണ് ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നത്. ഇനി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിന്റെ ഭാഗമായി ഉണ്ടാവുന്നു. അത് പല പാർട്ടില് പല തരത്തിലാണ് മെറ്റബോളിക് ആക്ടിവിറ്റിയിലൂടെ പല ഡിഫറെന്റ് പാർട്ടില് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്ലാൻ പാർട്ട് എന്താണ്? അതേപോലെ ഗ്ലൂക്കോസിന്റെ ഏത് ഫോമാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാൻ പാർട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? പ്ലാൻ പാർട്ട് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത്, അല്ലെ? റൂട്ടില് എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഗ്ലൂക്കോസിന്റെ സ്റ്റാർച്ച് ഫോം ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം, അല്ലെ? ഇനി നമുക്ക് സീഡ്സ് എടുക്കാം. സീഡ്സ് ആണെങ്കിൽ എന്താ? ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെം ആണെങ്കിൽ ഒരു സ്റ്റെമ്മിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? സൂക്രോസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അല്ലെ? കരിമ്പില് സൂക്രോസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം എന്ത് ചെയ്യുക? ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് ഇത് മനസ്സിലാക്കിയിട്ട് ലിസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി ഡയഗ്രാം ഷോയിങ് ദി സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇസ് ഗീവൻ ബിലോ. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ലേബൽ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് പാർട്ട്. അപ്പൊ ഇത് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് അതിൽ തന്നിരിക്കുന്നത്. എന്താണ്? നിങ്ങൾ വരയ്ക്കണം, അത് റീഡ്രോ ചെയ്യുക. ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഒന്നും കൂടി അത് വരച്ചിട്ട് അതിലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അറിയുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്കൊരു ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, അല്ലെ? ഡബിൾ മെംബ്രെയിൻ, ഞാൻ അതിന് DM എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ മെംബ്രെയിൻ. ഓക്കെ, ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ നമുക്ക് എന്താണുള്ളത്? ഗ്രാന ഉണ്ട്. ഗ്രാന എന്ന് പറയുന്നത് എന്താണ്? ഈ കോയിൻസ് പോലുള്ള ഇതിന് നമ്മൾ ഗ്രാന എന്ന് പറയുന്നു, അല്ലെ? ഗ്രാന ഉണ്ട്. പിന്നെ നമുക്ക് സ്ട്രോമ ഉണ്ട്, അല്ലെ? സ്ട്രോമ എന്ന് പറയുന്നത് എന്താണ്? അതിലുള്ള
ഒരു ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വലിയ ക്ലാസ് എത്തുമ്പോൾ ഇതിലെ കൂടുതൽ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കും. സ്ട്രോമ, ലാമല്ലേ, അങ്ങനെയൊക്കെയുള്ള തൈലക്കോയിഡ്, ഇതൊക്കെ സംഭവങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു സ്റ്റാക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ കോയിൻസിന്റെ ഒരു സ്റ്റാക്ക് ഓഫ് കോയിൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഗ്രാനം എന്നും, ഒരേ ഒരു കോയിൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഗ്രാന എന്നും പറയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് അല്ലെ. ഒരു കോയിന്റെ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ ഗ്രാന എന്നും, മൊത്തം ഒരു സ്റ്റാക്ക് ഓഫ് കോയിൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രാനം എന്നും പറഞ്ഞു. ഇതിനുള്ളിലുള്ള സ്പേസ് ഇല്ലേ, അതിനെ നമ്മൾ തൈലക്കോയിഡ് സ്പേസ് എന്നൊക്കെ പറയും. അത് വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്യും, വലിയ ക്ലാസ്സുകളിൽ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് ഇലോബറേറ്റ് ചെയ്ത് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് സ്ട്രോമ, ഗ്രാന, ഡബിൾ മെംബ്രെയിൻ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സ്ട്രോമയുണ്ട്, ഗ്രാനയുണ്ട്, ഡബിൾ മെംബ്രെയിൻ ഉണ്ട്. ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ചോദ്യം. Correct the statement given below by replacing the underlined words alone if found incorrect. Incorrect ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടില്ല അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അതേപോലെ ഇത് സ്ട്രോമയാണ്, ഇത് ഗ്ലൂക്കോസ് ആണ്. ഇതാണ് അണ്ടർലൈൻ വേർഡ്. ഈ മൂന്നെണ്ണത്തിൽ അണ്ടർലൈൻ ചെയ്ത വേർഡുകൾ തെറ്റാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ട, അത് തന്നെ ഇരുന്നോട്ടെ. തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്സിജൻ is formed during photosynthesis by the splitting of carbon dioxide. കാർബൺ ഡൈ ഓക്സൈഡ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണോ ഓക്സിജൻ ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ അല്ലയോ? എന്താണ് തോന്നുന്നത്? നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? അല്ല, തെറ്റാണ് അല്ലെ. ഇത് തെറ്റാണ്. കാരണം ഓക്സിജൻ ഫോട്ടോസിന്തസിസിൽ ഫോം ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ഫോം ചെയ്യുന്നത് അല്ലെ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. ഇത് നമ്മൾ ലൈറ്റ് ഫേസിൽ പഠിച്ചതാണ്. ഹൈഡ്രജനും ഓക്സിജൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ നോക്കൂ. ഡാർക്ക് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ. സ്ട്രോമയിലാണോ ഡാർക്ക് ഫേസ് ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. ആണ് അല്ലെ, ഇത് ശരിയാണ്. സ്ട്രോമയിൽ തന്നെയാണ് ഡാർക്ക് ഫേസ് ഉള്ളത്, ഗ്രാനയിലാണ് ലൈറ്റ് ഫേസ്. നമുക്കറിയാം ഗ്രാനയിലാണ് പിഗ്മെന്റുകളെല്ലാം ഉള്ളത് എന്നുള്ളത് അറിയാലോ. അപ്പൊ നമുക്ക് ലോജിക്ക് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഗ്ലൂക്കോസ് ഇസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ഫ്ലോയം ട്യൂബ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഫ്ലോയം ട്യൂബിലൂടെ പല ഭാഗങ്ങളിലും എത്തുന്നത് ഗ്ലൂക്കോസ് ആണ് എന്നാണ് പറയുന്നത്. ഗ്ലൂക്കോസ് ആണോ? അല്ല അല്ലെ, ഗ്ലൂക്കോസ് അല്ല, സൂക്രോസ് ആണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോയം ട്യൂബിലൂടെ പല ഭാഗങ്ങളിലും എത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതിന് മെറ്റബോളിക് ആക്ടിവിറ്റിയിലൂടെ പല ഭാഗങ്ങളിലും പല ഡിഫറെന്റ് ഫോമിലും അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോ പല ഫോമില് പല ഭാഗങ്ങളിൽ സൂക്രോസ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് പല ഡിഫറെന്റ് ഫോമുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ ആണ് അതിലുള്ളത്. പിന്നീട് ഒരു 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ വേറെന്തോ ഒരു ക്വസ്റ്റ്യൻ, അത്ര ഇമ്പോർട്ടന്റ് അല്ല, വലിയ കാര്യമില്ല. അതുകൊണ്ട് 4 ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതില്ല. നമ്മൾക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഈ ചാപ്റ്റർ എത്രത്തോളം മനസ്സിലായി എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തു. ചാപ്റ്ററിലെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ക്ലാസ്. താങ്ക് യു സോ മച്ച്.